ഹലോ, മേരി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ അതെ, നമ്മുടെ ക്രിസ്മസ് ഇപ്പോൾ നമ്മുടെ വാതിക്ക വരെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ക്രിസ്മസ് മൂഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതെ, നമുക്കിന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയല്ലോ. വേറെ ഒന്നുമല്ല, നമ്മൾ ക്രിസ്മസിന് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ്, കേക്ക്, അതേപോലെ വൈൻസ്, അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിന്നൊരു സാധാരണ ഗ്രേപ്പ് അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാറുള്ളത്. നമുക്കിന്നൊരു വെറൈറ്റി പിടിച്ചാലോ? പൈനാപ്പിൾ വെച്ചൊരു വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ, അത് നമുക്ക് നേരത്തെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ 3 സൈസ് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ, പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നേ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പോകുന്നോളൂ. അപ്പോൾ മൂർച്ചയുള്ളൊരു കത്തി എടുക്കുക, കട്ട് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എനിക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യേണ്ടത് ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? സുഖമില്ല ഇത് കട്ട് ചെയ്യാൻ. ഞാൻ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാമേ. ഇപ്പം ഇതേ ഞാൻ തൊലിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 20 ദിവസം എടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ചെറിയ പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാവേ. കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുന്നുണ്ടേ. ഷേപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും വേണ്ട. നമുക്കിത് ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് അത് യോജിച്ച് പോകും. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ മിക്സായി പോകുള്ളൂ. അതുകൊണ്ട് കട്ടിങ്ങിൻ്റെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനായിരിക്കും. അതുപോലെ നമുക്ക് ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ. അതെ, നമ്മുടെ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്തത് ഇവിടെ ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പൈസസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പട്ട, അതേപോലെ ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക, പിന്നെ ഒരു തക്കോല, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് വെക്കാനാണ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോവാം. അപ്പോൾ അതെ, നമ്മുടെ വൈൻ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ നമുക്ക് ഈ ബരലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 കിലോ പൈനാപ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 കിലോ പഞ്ചസാരയും കൂടിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് കേട്ടോ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രാമ്പു ഏലക്ക അതേപോലെ തക്കോലം കറയാമ്പ് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ. നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ്ങും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഗോതമ്പ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു തുണിയിൽ വൈറ്റ് തുണിയിൽ കെട്ടിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ്ങും കൂടി ആവും നമ്മുടെ വൈൻ. അപ്പോൾ അധികം ഞാൻ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മരത്തിൻ്റെ ഒരു സ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് വെച്ച് അതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 20 ദിവസം നമ്മത് ഇതിലേക്ക് വെക്കാം കേട്ടോ. അതിലൊരു 3 ദിവസം കൂടുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തൊക്കെ കൊടുക്കാവേ. മൂന്ന് ദിവസം കൂടുമ്പോൾ എന്ത് വന്നാലും നമ്മളത് ഇളക്കി കൊടുക്കണം. കണ്ടിട്ട് പോലെ തന്നെ എല്ലാത്തേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്ത് ഇനി ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അതെ ഇനി വേണ്ടത് നമുക്ക് ഒരു വെള്ള തുണി എടുക്കുക, കോട്ടൻ്റെ. അത് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് എയർ ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഇരുട്ടുള്ള റൂമിൽ വെക്കണമായിരിക്കും, സൂര്യപ്രകാശമൊന്നും കാണാത്ത രീതിയിൽ. അത് നമുക്കൊന്ന് വെക്കണം, മാറ്റി വെക്കണം. ഇത് ഇപ്പോൾ നമ്മുടെ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടില്ല. ഇനിയിപ്പോൾ 20 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതെ വൈനിനെ നമ്മളിവിടെ സുന്ദര കുട്ടപ്പനായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് 20 ഡേയ്സ് കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാവേ.